ഇപ്പോൾ വെഞ്ഞാറമൂട്ടിലെ വീട്ടിലാണ് അഫാൻ ഉള്ളത്. അവിടെ തെളിവെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിബിൻ ജെബി കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിബിൻ, നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ എത്രയെത്ര മനുഷ്യരാണ് ഈ തെളിവെടുപ്പ് കാണാൻ വേണ്ടി അവിടേക്ക് എത്തിയിട്ടുള്ളതെന്നാണ്. ഇവിടേക്ക് തെളിവെടുപ്പ് ഇന്ന് നടക്കും, ഈ സമയത്ത് നടക്കുമെന്ന വിവരമൊന്നും നേരത്തെ അറിഞ്ഞിരുന്നില്ല. കേട്ട് ആളുകൾ അവിടേക്ക് വരികയാണോ? ഈ ഒരു വീട്ടിലെ സാഹചര്യം എന്ന് പറയുന്നത്, അതായത് കൊലപാതകം നടക്കുന്ന ആ ദിവസം ഉച്ചയ്ക്ക് മുൻപ് വരെ ഇവിടുത്തെ സാഹചര്യം ഇങ്ങനെ അല്ലായിരുന്നു. കാരണം ഈ നാട്ടുകാർ അഫാനെ എപ്പോഴും കണ്ടിരുന്നത് അഫാൻ്റെ അനുജനോടൊപ്പമായിരുന്നു. അഫാൻ്റെ ഇരുചക്ര വാഹനത്തിൽ എപ്പോഴും കൂടെ സഞ്ചരിക്കുന്ന അനുജനെയാണ് ഈ നാട്ടുകാർ ഇതിനു മുൻപ് ഈ പേരുമല എന്ന് പറയുന്ന ഗ്രാമത്തിലെ മലയോര ഗ്രാമത്തിലെ ആളുകൾ എപ്പോഴും കണ്ടിരുന്നത്. ആ അഫാൻ സ്വന്തം അനുജനെ കൊലപ്പെടുത്തി എന്ന് പറയുന്ന വാർത്ത ഈ നാട്ടുകാർക്ക് ഒട്ടും തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ 23-കാരനെ കാണുന്നതിന് വേണ്ടി, ഈ ഒരു തെളിവെടുപ്പ് കാണുന്നതിന് വേണ്ടി നാട്ടുകാരൊക്കെ ഇവിടെ തടിച്ചു കൂട്ടിയിരിക്കുന്നത്. കാരണം മൃഗീയമായ രീതിയിലാണ് അഫാൻ തനിക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ ഈ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അഫാൻ്റെ സ്വന്തം അനുജനെ, അതുപോലെ അഫാൻ്റെ കാമുകിയെ കൊലപ്പെടുത്തി. പിന്നീട് അഫാനെ സ്വന്തം ഉമ്മയെ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതും ഈ വീട്ടിൽ വെച്ച് തന്നെയാണ്. അതുകൊണ്ട് ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകം ചെയ്ത ഈ 23 വയസ്സുകാരനെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നാട്ടുകാരൊക്കെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അമൽ പറഞ്ഞതുപോലെ അഫാനെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്ന സമയത്ത് ഇവിടെ വലിയൊരു ജനത്തിരക്കില്ലായിരുന്നു. പക്ഷേ പിന്നീട് അഫാനുമായിട്ടുള്ള പോലീസ് സംഘം ഇങ്ങോട്ടേക്ക് എത്തിയ വിവരം അറിഞ്ഞാണ് ആ സമീപവാസികളും ഇതുവഴി സഞ്ചരിച്ചവരൊക്കെ വാഹനങ്ങൾ നിർത്തി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നേരത്തെ അമൽ പറഞ്ഞതുപോലെ പോലീസിൻ്റെ സംഘം, DYSP അടങ്ങുന്ന സംഘം അഫാനുമായിട്ടുള്ള തെളിവെടുപ്പിന് ഈ വീട്ടിനകത്തേക്ക് കയറിയിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് പിന്നിടുകയാണ്. ഇതിനിടെയാണ് ഇപ്പോൾ പോലീസ് രണ്ടുപേർ പുറത്തേക്ക് ഇറങ്ങി സമീപത്ത് നിന്ന് ചെറിയ വടികളൊക്കെ തന്നെ ഒടിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നത്. ഇതെന്തിനാണ് എന്നുള്ള കാര്യമാണ് ഒരു ആകാംക്ഷ ഇപ്പോഴും നിൽക്കുന്നത്. കാരണം ഇവർക്ക് നേരത്തെ ഈ അഫാൻ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ചുറ്റികയൊക്കെ തന്നെ ഈ വീട്ടിൽ നിന്നാണ് രണ്ടാമത്തെ ദിവസം കണ്ടെത്തിയിരുന്നത്. അഫാൻ്റെ അനുജൻ്റെ മൃതദേഹം കിടന്നതിന് സമീപത്തുള്ള സോഫ സെറ്റിൽ നിന്നാണ് അന്ന് ഈ ചുറ്റികയൊക്കെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നത്. തുടർന്നാണ് ഈ ചുറ്റിക വാങ്ങിയ സ്ഥാപനം തൊട്ട് പിന്നാലെ അഫാൻ തന്നെ പോലീസിന് മൊഴിയെ നൽകിയിരുന്നു. ഇത് വെഞ്ഞാറമൂടുള്ള ഒരു സ്ഥാപനത്തിൽ നിന്നാണ്. അവിടെയും പോലീസ് എത്തി CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ അന്ന് ശേഖരിച്ചിരുന്നു. പിന്നീട് ഇനി ഇവിടെ നിന്ന് ഈ പോലീസ് സംഘം പോകുമെന്ന് പറയുന്നത് 2 സ്ഥാപനങ്ങളിലേക്കാണ്. ഒന്ന് ഈ ATM കൗണ്ടറിലേക്കും, മറ്റൊന്ന് ഈ മണിമുത്ത് എന്ന് പറയുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലേക്കാണ്. അവിടെയാണ് ഈ സൽമാ ബീവിയുടെ മാല കൊലപാതകത്തിന് ശേഷം അഫാൻ കൊണ്ട് പണയം വെച്ചിരിക്കുന്നത്. അവിടേക്കാണ് പോകുമെന്ന് പറയുന്നത്. പക്ഷേ നിലവിൽ ഈ ധനകാര്യ സ്ഥാപനത്തിൽ പോലീസ് എത്തുമെന്ന് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ സ്ഥാപനത്തിൽ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ വെഞ്ഞാറമൂട്ടെ വസതിയിൽ അഫാനുമായുള്ള തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. അമൽ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു കമ്പൊടിച്ച് പോലീസ് അകത്തേക്ക് പോകുന്നതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ എന്തിനാണ് എന്നത് അറിയില്ല. എന്തായാലും തെളിവെടുപ്പ് അവിടെ പുരോഗമിക്കുകയാണ്. ഇനി ഒരു ATM കൗണ്ടർ, പിന്നെ ധനകാര്യ സ്ഥാപനം, ഇവിടേക്കൊക്കെ അഫാനെ കൊണ്ടുപോകുമോ എന്നതിൽ വ്യക്തതയില്ല. വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. അമൽ തേനമ്പറമ്പിലും ജിബിൻ ജെബിയുമാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ തത്സമയം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്.